എന്തായിരിക്കും പിനാക്കിൾ വ്യൂ പോയിന്റിന് സംഭവിച്ചത്? ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കാലിയായി കിടന്നതാ. അന്നേരം ഒരുപാട് പേര് വരുമായിരുന്നു. നല്ല സൈറ്റ് ഒക്കെയാ, നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വിളക്കുപാറ വരെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. എല്ലാരും വന്നിരിക്കുവായിരുന്നു. 8 മണി വരെ വലിയ ആളായിരുന്നു. ആ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നത് കാഴ്ചയായിരുന്നു. രാവിലെ ഒരുപാട് പേര് കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം വരും. കാഴ്ചയെ മറയ്ക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ മരങ്ങൾ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പിനാക്കിൾ പോയിന്റ് മറഞ്ഞു പോയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൊല്ലത്തെ വിനോദസഞ്ചാരികൾ ഒരു കാലത്ത് ഒരുപാട് എത്തിച്ചേർന്നിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ പിനാക്കിൾ വ്യൂ പോയിന്റ്. ഈ ബോർഡ് കാണുന്നില്ലേ? പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് മാത്രമേ ബാക്കിയുള്ളൂ. എന്തായിരിക്കും പിനാക്കിൾ വ്യൂ പോയിന്റിന് സംഭവിച്ചത്? ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ശരിക്കും ശൂന്യമായ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ പിനാക്കിൾ വ്യൂ പോയിന്റ് മൺമറഞ്ഞു പോയത്? നമുക്ക് അന്വേഷിക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ചേട്ടനാണല്ലോ. ചേട്ടാ, ഇപ്പോ ഈ പിനാക്കിൾ വ്യൂ പോയിന്റിലേക്ക് ആരും വരാറില്ല. ഒരു കാലത്ത് എത്രയോ ആളുകൾ വന്നിരുന്ന സ്ഥലമാ. ഇപ്പൊ എന്താ പറ്റിയേ? ഈ റബ്ബർ ഇത് കാലിയായി കിടന്നതാ. അന്നേരം ഒരുപാട് പേര് വരുമായിരുന്നു. നല്ല സൈറ്റ് ഒക്കെയാ, നല്ല രസമായിരുന്നു. കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ വരാത്തത് ഈ റബ്ബർ വളർന്ന് ഇതായതുകൊണ്ട് കാഴ്ചയുടെ ഭംഗി നഷ്ടപ്പെട്ടു. മൊത്തം മറയ്ക്കുന്ന രീതിയിലായി. ഓക്കെ. അപ്പൊ നേരത്തെ ഇവിടെ മരങ്ങൾ ഉണ്ടായിരുന്നോ? എപ്പോ ഈ പിനാക്കിൾ വ്യൂ പോയിന്റ് ഇതിൽ ആദ്യം വലിയ റബ്ബർ ആയിരുന്നു. വെട്ടിയപ്പോഴാണ് വ്യൂ പോയിന്റ് ആയിട്ട് മാറിയത്. ഒരുപാട് ദൂര കാഴ്ച, ഒരുപാട് വിളക്കുപാറ വരെ കാണാൻ പറ്റുമായിരുന്നു. ഒരുപാട് പേര് വരുമായിരുന്നു. ഒരുപാട് പേര്. പിന്നീട് ഈ തൈ മരങ്ങൾ വീണ്ടും വളർന്നു വന്നല്ലേ? താലൂക്കിലെ മിക്കവാറും ഉള്ളവരെല്ലാം വരുമായിരുന്നു. കിടക്കുമായിരുന്നു എല്ലാവരും. ഇത് ലവേഴ്സും എല്ലാരും വന്നിരിക്കുവായിരുന്നു. 8 മണി വരെ വലിയ ആളായിരുന്നു. ആ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നത് കാഴ്ചയായിരുന്നു. രാവിലെ ഒരുപാട് പേര് കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം വരും കോട ഇറങ്ങുന്നത് കാണാൻ. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? ഇതിന്റെ അടുത്തുള്ള. ഓക്കെ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരു കാലത്ത് ഒരുപാട് വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ ഒരുപാട് ഈ പ്രദേശവാസികളും ഒക്കെ തന്നെ വന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വിളക്കുപാറ വരെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നിരവധി ആളുകൾ രാത്രി ആയാലും ഇവിടെ നിന്ന് പോകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ റബ്ബർ മരങ്ങൾ വീണ്ടും വളർന്നതോടുകൂടിയിട്ട് ഈ സ്ഥലത്തിന്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. കാഴ്ചയെ മറയ്ക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ മരങ്ങൾ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പിനാക്കിൾ പോയിന്റ് മറഞ്ഞു പോയിരിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം മിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.